ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. കൊണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിൽ 4.5 കോടിക്ക് വിറ്റുപോയി എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങിയതിൽ ഏറ്റവും ശോകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടമാണ്. അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. വേൾഡ് വൈഡ് ആയിട്ട് ആകെ 3.45 കോടി പടത്തിന് നേടാൻ പറ്റിയിട്ടുള്ളൂ. ബാഡ് ബോയ്സിന് 1.80 കിട്ടിയിട്ടുള്ളത്. അതിന് നോക്കണ്ട. പിന്നെ ഏറ്റവും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് പടം അടിച്ചു കയറിയൊരു പടമാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലി അഭിനയിച്ച പടം. അതിപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 38.50 കോടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ OTT റൈറ്റ്സും വിറ്റ് പോയിട്ടുണ്ട്. അത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് തൂക്കാണ് OTT ആൻഡ് സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ രണ്ടും കൂടിയിട്ട് 12 കോടിക്കാണ് വിറ്റ് പോയിട്ട് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഈ പടത്തിന് 5 കോടിയായിട്ടാണ് ബഡ്ജറ്റായി വരുന്നത്. അതിൻ്റെ ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റൈറ്റ്സിലൂടെ മാത്രം. പിന്നെ പറഞ്ഞു കേൾക്കുന്ന ഈ OTT റിലീസ് ഒരു 4 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1.5-2 മാസത്തിന് ശേഷം ഒക്കെ റിലീസ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ അജയൻ്റെ 2ാം മോസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 63 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലൂബർ പന്ത് എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു തമിഴിൽ നിന്ന്. അതിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗുമസ്തൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുള്ള അമൽ നിരുത് എടുക്കുന്ന പടം. ഫഹദ് ഫാസിൽ കുഞ്ചാക്കോവിനൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. അതിൻ്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി മ്യൂസിക്കാന്നുള്ള അറിയിച്ചു. മ്യൂസിക് ചെയ്യുന്ന സുഷിൻ ശ്യാമാണ്. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ SK30 സന്ദീപ് കിഷൻ്റെ 30ാമത്തെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് നാളെ 10:14 രാവിലെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ഉണ്ണിമുന്തൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ജോലിയോ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭുദേവയുടെ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 1.6 മില്യൺ പ്ലസ് വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ വിക്കി വിദ്യ ക വോ വാല വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ മേരെ മെഹബൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക് അരവിന്ദ് സ്വാമി അഭിനയിക്കുന്ന പടത്തിലത്തെ 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിൻ്റെ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഇന്നലെ വന്നിരുന്നു. ഇന്ന് 5 days to go വരും. ഞാൻ വീഡിയോ ചെയ്യണ സമയത്ത് വന്നിട്ടില്ല. പിന്നെ ഈ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ആ ഹൈപ്പിനനുസരിച്ച് പടം വരികയാണെങ്കിൽ വേറെ ലെവലിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആളുടെ RRR എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ശേഷം വരുന്ന പടമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഈ പടത്തിൻ്റെ കേരള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് വേഫാർ ഫിലിംസ് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അതിപ്പോൾ കൺഫേം ആയ രീതിയിൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. വേഫാർ ഫിലിംസ് തന്നെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത്. ഇവർ കൂടെ ആക്കുന്ന ഫോട്ടോസും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മുന്നേ സ്ക്രീൻ കാണിച്ചിരുന്നത്. പിന്നെ ഈ പടം IMAX പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റർ കിടിലൻ തന്നെയാണ്. പക്ഷേ ഫാൻ മെയ്ഡായിട്ട് IMAXൻ്റെ വേറൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതും കിടിലൻ പോസ്റ്ററാണ്. അതെന്തായാലും ഞാൻ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിലർ ഇന്ന് രാവിലെ 11:07 വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഡിലേ ആയിട്ടുണ്ട്. ഇനി ഈ റിലീസ് ട്രെയിലർ വരും എന്ന് പറയുന്ന ടൈം 2:07 അപ്പോഴെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഇന്ന് പ്രീ റിലീസ് ഇവന്റ് നടക്കുന്നുണ്ട്. പിന്നെ ജയരയുടെ ബ്രദർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോയും ടീസറിൻ്റെയും ലോഞ്ച് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജൂക്ക് ബോക്സ് പുറത്തിറക്കിയായിരുന്നു. അതിൽ ഫസ്റ്റ് ഇറക്കിയിട്ട പാട്ട് മക്കാമിഷി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും പിന്നെ ഈ ടീസറിൽ വന്നിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടും അതിൻ്റെ പേര് ശരിക്കും കിട്ടുന്നില്ല. ആ പാട്ട് നന്നായി തോന്നി. ബാക്കിയുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ പടത്തിൻ്റെ ടീസർ നല്ലൊരു ടീച്ചറായിട്ടാണ് തോന്നിയത്. ഒരു കോമഡി ട്രാക്കിലൊക്കെ ആയിട്ട് പോകുന്ന രീതിയിലുള്ള പടമാണ്. എന്തായാലും പടം October 31 റിലീസാകാൻ പോകുന്നത്. നല്ല പടമാവട്ടെ. പിന്നെ അതേ October 31 റിലീസിനെത്തുന്ന പടമാണ് അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അപ്പോൾ അതിൻ്റെ ഓഡിയോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് അത് ഒക്ടോബറിൽ പകുതിയോടൊക്കെ കൂടിയിട്ടായിരിക്കും നടക്കുക എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. ശിവകാർത്തികൻ്റെ പടമാണ്. പിന്നെ എന്താ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടം തമിഴ്നാട്ടിൽ മാത്രം 210 കോടിയുടെ മുകളിലേക്ക് നേടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതേമാതിരി വേൾഡ് വൈഡ് ആയിട്ട് 435 കോടി കടന്നെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ വിക്രം എന്ന് പറഞ്ഞിട്ടുള്ള ലോകേഷ് കനകരാജ് എടുത്ത കമലഹാസൻ്റെ പടത്തിൻ്റെ ലൈഫ് ടൈം ഗ്രോസ് കടന്നുണ്ട് എന്നുള്ള ലെവലിലാണ് ആയിട്ടുള്ളപ്പോൾ. പിന്നെ തലപതി വിജയുടെ അടുത്ത ആയിട്ട് വരാൻ പോകണ പടം ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ് കേൾക്കുന്ന പടമാണ് തലപതി 69. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്കും അതേമാതിരി അതിൻ്റെ പേരും ടൈറ്റിൽ. അപ്പോൾ അത് ന്യൂ ഇയറിന് എന്ന് വെച്ചാൽ January 1 ഒക്കെ ആയിട്ട് അറിയിക്കുന്നുണ്ടായിരിക്കും. പെടുന്ന 12 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അറിയിക്കുന്നുണ്ടാവുക. പറയാൻ പറ്റില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോലെ കൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.